ബീജമിട് ടാൻ 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 ടാൻ. ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് ബാനർ ഇങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാം തംബ്നെയിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പം ഗെയ്സ്, ആ ഒരു ബാനർ നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അതിന് ചെറിയ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം ഗെയ്സ്. അതിനായിട്ട് നിങ്ങൾക്ക് പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം ഗെയ്സ്. പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഈ ടെസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക ഗെയ്സ്. പിന്നെ നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് സൈസിൽ പോയിട്ട് കസ്റ്റം മാറ്റി യൂട്യൂബ് ചാനൽ ബാനർ കൊടുക്കുക ഗെയ്സ്. ബാനർ കൊടുത്ത ശേഷം മേളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗെയ്സ്. എന്നിട്ട് ഫ്രം ഗാലറിയിലേക്ക് പോയ ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. ആ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം, ഫുള്ളായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ മേളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ഗെയ്സ്. ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ എല്ലാത്തിൻ്റെയും എല്ലാ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗെയ്സ്. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്ന ഫയൽ നിങ്ങളിവിടെ ആഡ് ചെയ്യുക ഗെയ്സ്. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾ ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഗെയ്സ്. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഒരു 50-52 കൊടുത്ത ശേഷം നിങ്ങൾ മേളിൽ കാണുന്ന ഒരു 3 ലെയർ ഉണ്ട് ഗെയ്സ്. 3 ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫസ്റ്റ് ഫയൽ എടുത്ത് മേളിലോട്ട് കൊടുക്കുക ഗെയ്സ്. മേളിൽ കൊടുത്ത ശേഷം ഇതുപോലെ വരും ഗെയ്സ്. അപ്പം നമ്മളതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക ഗെയ്സ്. മേളിൽ കാണുന്ന ഫയലൊന്ന് ലോക്ക് ചെയ്ത് വെച്ച ശേഷം ഇത് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഗെയ്സ്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ മേളിൽ കാണുന്ന പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഗെയ്സ്. എന്നിട്ട് ഫ്രം ഗാലറി പോവുക ഗെയ്സ്. നമ്മുടെ ഒന്നുകൂടെ ആ ഫയലൊന്ന് ആഡ് ചെയ്യണം ഗെയ്സ്. അപ്പോൾ ആ ഫയൽ ഒന്നുകൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ റിലേറ്റീവ് സൈസിൽ പോയിട്ട് ഗെയ്സ് നമുക്ക് ഏകദേശം അതിൻ്റെ സൈസ് ഒരു 50-52 കൊടുത്ത ശേഷം മേളിൽ കാണുന്ന 3 ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഗെയ്സ്. 3 ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഫയൽ നമ്മുടെ ആദ്യത്തെ ഫയൽ എടുത്ത് മേലോട്ട് കൊടുക്കുക ഗെയ്സ്. അപ്പം ഇതുപോലെ വരും ഗെയ്സ്. അപ്പം ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മേളിൽ കാണുന്ന പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗെയ്സ്. അപ്പം ഇവിടെ നിങ്ങൾ എന്തോ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിമിംഗ് ലോഗോ ഒന്ന് ആഡ് ചെയ്യുക ഗെയ്സ്. അപ്പം ലോഗോ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ആ ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പം ഇത് നിങ്ങളിവിടെ ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഗെയ്സ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ സൈസും കാര്യങ്ങളും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ ഫസ്റ്റ് ഫയലൊന്ന് മേലോട്ട് കൊടുക്കുക ഗെയ്സ്. അപ്പം അത് ഇതുപോലെ വരും, നമ്മുടെ ഗെയിമിംഗ് ലോഗോ ഇതുപോലെ വരും ഗെയ്സ്. അപ്പം ഇത്രയും നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഗെയ്സ്. അപ്പോൾ എല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് അതിന് മുമ്പേ ഒന്ന് വെക്കുക. വെച്ച ശേഷം അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മേളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗെയ്സ്. എന്നിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത ശേഷം ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ നെയിമാണ് ഗെയ്സ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക ഗെയ്സ്. അപ്പം ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പം പിന്നെ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റുക ഗെയ്സ്. ഇതിൻ്റെ ഫോണ്ട് അപ്പം ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാനിവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ ആ ഒരു ഫോണ്ടാണ് ഗെയ്സ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗെയ്സ്. അപ്പം ഈ ഒരു ഫോണ്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക ഗെയ്സ്. അതിനുമുമ്പ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഗെയ്സ്. അപ്പോൾ സ്ട്രോക്ക് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഷാഡോ കൊടുക്കണം ഗെയ്സ്. ഷാഡോ കൊടുത്ത ശേഷം അതിൻ്റെ ബ്ലർ റേഡിയസ് ഒരു 3-4 കൊടുക്കുക ഗെയ്സ്. 3-4 കൊടുത്ത ശേഷം ടിക്ക് കൊടുക്കുക ഗെയ്സ്. അപ്പം ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത ശേഷം നിങ്ങൾ ആ മേളിൽ കാണുന്ന 3 ലെയർ ക്ലിക്ക് ചെയ്ത് അതൊന്ന് നമ്മുടെ ആ ലോഗോ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക ഗെയ്സ്. അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം നമ്മുടെ ഫോണ്ട് എടുത്ത് ഏകദേശം ഈ ഒരു സൈസിൽ വെച്ച ശേഷം നിങ്ങൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടെസ്റ്റ് കോഡ് ആഡ് ചെയ്ത ശേഷം ഞാനിപ്പം ടൈപ്പ് ചെയ്യുന്ന പോലെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പം ഒഫീഷ്യൽ ഗെയിമിംഗ് ചാനൽ ഓഫ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്.
അപ്പം ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളത് ടൈപ്പ് ചെയ്യുക. അപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മാറ്റാം. അതിന് മുമ്പേ നമ്മുടെ ഫോണ്ട് ഒന്ന് മാറ്റണം കേസ്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ഏകദേശം ഞാൻ കൊടുക്കുന്ന ആം ബോൾഡ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്, ആം റെസ്ലർ എന്ന് പറഞ്ഞ ഫോണ്ടാണ് കേസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോണ്ട് നിങ്ങളെല്ലാം യൂസ് ചെയ്യുക കേസ്. അപ്പോൾ ആ ഒരു ഫോണ്ട് കൊടുത്ത ശേഷം നമ്മുടെ ആ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യുക കേസ്. അപ്പോൾ അതിൻ്റെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഷാഡോ ഒന്ന് എനേബിൾ ചെയ്യുക കേസ്. അപ്പോൾ അതിൻ്റെയും ബ്ലർ റേഡിയസ് ഒരു 3-4 കൊടുക്കുക കേസ്. കൊടുത്ത ശേഷം നിങ്ങളെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത ശേഷം നിങ്ങൾ മേളിൽ കാണുന്ന 3 ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേസ്. അപ്പോൾ 3 ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നമ്മുടെ ആ ലോഗോ ഒന്ന് അൺലോക്ക് ചെയ്യുക. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ് കേസ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം പിന്നെ നിങ്ങൾ മേളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറിയിലോട്ട് പോവുക കേസ്. അപ്പം ഇവിടെ ഞാനൊരു ഫയൽ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ. അത് നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണും കേസ്, ഇറേസ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേസ്. എനേബിൾ ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ ടോളറേറ്റ് ഒരു 13 കൊടുക്കുക കേസ്. 13 കൊടുത്ത ശേഷം ടിക്ക് കൊടുത്ത ശേഷം നിങ്ങൾക്ക് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത ശേഷം വൈറ്റ് കൊടുക്കുക കേസ്. വൈറ്റ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അല്ല പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തെടുക്കാൻ പറ്റും കേസ്. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഷാഡോ ഒന്ന് എനേബിൾ ചെയ്യുക കേസ്. എന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേസ്. അപ്പം ആ ഒരു പൊസിഷനിൽ പോയിട്ട് ഏകദേശം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് മേളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക കേസ്. എടുത്ത ശേഷം അവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിമും കാര്യങ്ങളും ഞാൻ കൊടുക്കുകയാണ് കേസ്. അപ്പോൾ നിങ്ങളുടെ നെയിം എന്താണ് കേസ് അത് നിങ്ങൾ കൊടുക്കുക കേസ്. അപ്പോൾ ഇത് കൊടുത്ത ശേഷം നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക കേസ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ഫോണ്ടെന്ന് വെച്ചാൽ ആം ബോൾഡ് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് കേസ്. ആ ഒരു ഫോണ്ട് നിങ്ങൾ കൊടുക്കുക കേസ്. അപ്പോൾ ആ ഒരു ഫോണ്ട് കൊടുത്ത ശേഷം അതിൻ്റെ സൈസും കാര്യങ്ങളും അതിൻ്റെ സ്റ്റോക്ക് ഒന്ന് ആദ്യമേ കൊടുക്കുക കേസ്. അതിൻ്റെ സ്റ്റോക്ക് കൊടുത്ത ശേഷം അതിൻ്റെ ഷാഡോ ഒന്ന് എനേബിൾ ചെയ്യുക കേസ്. ഷാഡോ ഒന്ന് എനേബിൾ ചെയ്ത ശേഷം അതിൻ്റെ ബ്ലർ റേഡിയസ് ഒരു 4 കൊടുക്കുക കേസ്. 4 കൊടുത്ത ശേഷം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം അപ്പം സെറ്റായി വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു പൊസിഷൻ കൊടുത്ത ശേഷം ഏകദേശം ടിക്ക് അടിക്കുക കേസ്. എന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ലോഗോയിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ പൊസിഷൻ കുറച്ച് സൈഡിലോട്ടാക്കുക കേസ്. കുറച്ചുകൂടെ സൈഡിലോട്ടാക്കിയ ശേഷം അതിൻ്റെ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേസ്. അപ്പം ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ ആ ഫോണ്ട് എടുത്ത് ഏകദേശം അതിൻ്റെ ഒരു നേർക്ക് വെച്ച ശേഷം ഇത്രയും ചെയ്യുക കേസ്. അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത ശേഷം മേളിൽ കാണുന്ന സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേസ്. അപ്പോൾ സേവ് ആസ് ഇമേജ് കൊടുക്കുക, പിന്നെ അൾട്ര കൊടുക്കുക കേസ്, സേവ് ചെയ്യുക കേസ്. അപ്പം കേസ് നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് കേസ്. അപ്പം വീഡിയോയ്ക്ക് നല്ല മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേസ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേസ് ഒന്ന് ക്ഷമിക്കുക കേസ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.